ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ മടങ്ങാം. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച മുചുകുന്ദ ചക്രവർത്തി ഭക്തിപൂർവം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വിടവാങ്ങി പുറത്തിറങ്ങി നോക്കി. താൻ ഭൂലോകം കണ്ടിട്ട് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യരും മൃഗങ്ങളും വൃക്ഷലതാദികളും മുമ്പത്തേതിലും എത്രയോ ചെറുതായി. അത് കണ്ടിട്ട് കലിയുഗം ആസന്നമായെന്ന് മനസ്സിലാക്കി കലിക്ക് ബാധിക്കാൻ കഴിയാത്ത ബദര്യാശ്രമത്തിൽ ചെന്ന് ശീതോഷ്ണാദികൾ എല്ലാം സഹിച്ച് ശാന്തനായി തപസ്സു ചെയ്തു ഇഷ്ടദൈവമായ ശ്രീഹരിയെ ആരാധിച്ചു. ശ്രീ ഭഗവാൻ മധുരയിൽ തിരിച്ചു വന്ന് യവന സൈന്യത്തെ നിശേഷം നശിപ്പിച്ചിട്ട് ശത്രുവിൻ്റെ ധനമെല്ലാം വഹിപ്പിച്ചുകൊണ്ട് ദ്വാരകയ്ക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യവും യുദ്ധത്തിനെത്തി. ഇത്തവണ ഭഗവാൻ അവന് ജയം നൽകി. അതിഗർവിഷ്ഠനായ ആ ശത്രുവിനെ ശക്തനായ അതുപോലെ ഭക്തനുമായ ഭീമനെ കൊണ്ട് തക്ക സമയത്ത് വധിച്ചു കൊള്ളാം എന്നായിരുന്നു ഭഗവത് സങ്കല്പം. അതിനാൽ ഭീരുവിനെ പോലെ ഭയം നടിച്ച് ധനമെല്ലാം ഉപേക്ഷിച്ച് ജ്യേഷ്ഠനോടുകൂടി ഓടിത്തുടങ്ങി. ജരാസന്ധൻ രാമകൃഷ്ണന്മാരെ പരിഹസിച്ചുകൊണ്ട് പിന്നാലെ പാഞ്ഞു ചെന്നു. രാമകൃഷ്ണന്മാർ പ്രവർഷണ പർവ്വതത്തിൽ കയറി മറഞ്ഞു. ജരാസന്ധനും പിറകെ എത്തി അവരെ തിരഞ്ഞു നോക്കി, കണ്ടില്ല. ഉടനെ പർവ്വതത്തിന്റെ 4 ഭാഗത്തും തീ കൊളുത്തി ദഹിപ്പിച്ചിട്ട് അവർ മരിച്ചു പോയിരിക്കും എന്ന് വിചാരിച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങി. പക്ഷേ സർവേശ്വരന്മാർ കുതിച്ചു ചാടി ആരും കാണാതെ ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ വിദർഭ രാജാവായിരുന്ന ഭീഷ്മകന് രുക്മി തുടങ്ങിയ 5 പുത്രന്മാരും ലക്ഷ്മി അംശമായ രുക്മിണി എന്ന പുത്രിയും ഉണ്ടായി. രാജകൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ശ്രീ നാരദാദി മഹാത്മാക്കൾ ശ്രീകൃഷ്ണന്റെ രൂപസൗന്ദര്യവും അത്ഭുത ഗുണസമ്പൂർണത ഐശ്വര്യം എന്നിവ നിരന്തരം പ്രകീർത്തിക്കുന്നത് കേട്ടുകേട്ട് തനിക്ക് സദൃശനായ പതി ശ്രീകൃഷ്ണൻ എന്ന് രുക്മിണി നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ രുക്മിണിയുടെ അനുപമ സൗന്ദര്യവും അതിശയ സൗശീല്യവും തികഞ്ഞ ലക്ഷണങ്ങളും കേട്ടറിഞ്ഞ് ശ്രീകൃഷ്ണനും തനിക്ക് അനുരൂപയായ അവളെ കല്യാണം കഴിക്കണം എന്ന് നിശ്ചയിച്ചു. രുക്മിണിയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അവളെ ശ്രീകൃഷ്ണന് നൽകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ ജന്മന കൃഷ്ണദ്വേഷിയായ രുക്മി അവരുടെ അഭിപ്രായത്തിന് വിപരീതമായി സഹോദരിയെ ശിശുപാലന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിനെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അതറിഞ്ഞ രുക്മിണി അതീവ ദുഃഖിതയായി തീർന്ന് തൻ്റെ അഭിലാഷം എന്തെന്ന് ചോദിച്ചറിയാൻ പോലും സന്മനസ്സില്ലാത്ത ജ്യേഷ്ഠന്റെ നിർബന്ധ ബുദ്ധി തന്നെ നടക്കും എന്ന് ബോധ്യമായപ്പോൾ തൻ്റെ സങ്കട നിവർത്തിക്ക് എന്താണ് മാർഗമെന്ന് ദീർഘമായി ആലോചിച്ചു. കൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കാം എന്ന് നിശ്ചയിച്ച് വിശ്വസ്തനായ ഒരു ബ്രാഹ്മണനെ സന്ദേശവും കൊടുത്ത് അയച്ചു. ബ്രാഹ്മണൻ ഉടനെ ദ്വാരകയിലേക്ക് പോയി കൊട്ടാരത്തിൽ പ്രവേശിച്ച് സ്വർണ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നീലമേഘ ശ്യാമളനെ ദർശിച്ചു. ബ്രാഹ്മണ്യദേവനായ പ്രഭു ആഗതനെ സാദരം സ്വീകരിച്ച് തൻ്റെ ആസനത്തിൽ ഉപവിഷ്ടനാക്കി വിധിപ്രകാരം പൂജിപ്പിച്ച് വിശ്രമിപ്പിച്ചതിന് ശേഷം ആഗമോദ്ദേശം ആരാഞ്ഞു. ബ്രാഹ്മണൻ കാര്യമെന്തെന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അനന്തരം രുക്മിണി കൊടുത്തയച്ച സന്ദേശവും വായിച്ചു കേൾപ്പിച്ചു. സർവലോകനാഥനായ കൃഷ്ണ ഭഗവാനെ അല്ലാതെ വേറൊരാളെയും ഒരിക്കലും വരിക്കില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച രുക്മിണിയുടെ സന്ദേശം കേൾപ്പിച്ചിട്ട്, ഇതാണ് ദേവ, ഞാൻ കൊണ്ടുവന്ന രഹസ്യ സന്ദേശം. അങ്ങ് മേൽവേണ്ട കാര്യം ആലോചിച്ച് നിശ്ചയിച്ച് യുക്തം പോലെ പ്രവർത്തിച്ചാലും എന്ന് പറഞ്ഞു. രുക്മിണിയുടെ സന്ദേശം കേട്ട് സന്തുഷ്ടനായ യദുനന്ദനൻ ബ്രാഹ്മണന്റെ കൈ പിടിച്ച് മന്ദഹാസം ചെയ്തുകൊണ്ട് പറഞ്ഞു, രുക്മിണിയെപ്പോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ. വൈദർഭയെ ചിന്തിച്ച് എനിക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ല. എന്നോടുള്ള വിദ്വേഷത്താൽ രുക്മി ഞങ്ങളുടെ വിവാഹത്തെ എതിർത്തതും എനിക്കറിയാം. പക്ഷേ രുക്മിയുടെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ല. ഇത് എതിർക്കുന്ന രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് എന്നിൽ അനുരക്തയായ സുന്ദരിയെ കൊണ്ടുവരും നിശ്ചയം എന്ന് പറഞ്ഞ് ഭഗവാൻ ദാരുകനെ വരുത്തി വേഗം തേർ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാരുകൻ അതിവേഗതയുള്ള 4 കുതിരകളെ പൂട്ടിയ തേർ കൊണ്ടുവന്ന് നിർത്തി ബ്രാഹ്മണനെയും കയറ്റി വാസുദേവൻ ഒരു രാത്രി കൊണ്ട് കുന്തിനപുരത്ത് എത്തി. ഭീഷ്മക മഹാരാജാവിന് പുത്രിയെ ശ്രീകൃഷ്ണന് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എങ്കിലും പുത്രന്റെ നിർബന്ധത്തിന് വഴങ്ങി ശിശുപാലന് കൊടുക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. അങ്ങനെ ശിശുപാലനും അവന്റെ ചതുരംഗ സൈന്യങ്ങളോടും ബന്ധുജനങ്ങളോടും കൂടി ഘോഷയാത്രയായി കുന്തിനപുരത്തിൽ വന്നു ചേർന്നു. രുക്മി അവരെ എതിരേറ്റ് യഥാവിധി സൽക്കരിച്ച് വരന്റെ താമസത്തിന് നിശ്ചയിച്ചു വെച്ചിരുന്നതിൽ നിന്നും അന്യമായ ഒരു സ്ഥലത്ത് വസിപ്പിച്ചു.
രുക്മിക്ക് അപ്രകാരം തോന്നിയതും ഭഗവത് ലീലാവിശേഷത്താൽ തന്നെ. ശിശുപാല സംഘത്തെ തുടർന്ന് അവന്റെ പക്ഷക്കാരും ശ്രീകൃഷ്ണ ദ്വേഷികളായ ജരാസന്ധൻ, സാൽവൻ, ദന്തവക്ത്രൻ, പൗണ്ഡ്രകൻ മുതലായ രാജാക്കന്മാരും സൈന്യസമേതം ആഗതരായി. ഇത്രയധികം ഭഗവദ്വേഷികൾ ഒത്തുചേർന്ന് വന്നതിന് കാരണമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ബലാത്കാരമായി രുക്മിണിയെ അപഹരിച്ചേക്കുമോ എന്നൊരു ശങ്ക അവർക്കും ഉണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും ചേർന്ന് കൃഷ്ണപക്ഷക്കാരോട് പടവെട്ടി കന്യകയെ ശിശുപാലന് തന്നെ നൽകണം എന്നതായിരുന്നു കാരണം. ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ ബലരാമൻ ഏകനായി പോയ അനുജന്റെ രക്ഷയ്ക്കായി ഒരു മഹാസൈന്യത്തോടുകൂടി വേഗം കുണ്ടനപുരത്തിൽ എത്തി. രുക്മിണി തന്റെ കൊട്ടാരത്തിൽ ഏറ്റവും ഉയർന്ന സൗധത്തിന് മുകളിൽ കയറി നിന്ന് ഭഗവാൻ ദൂരത്തിൽ നിന്നും വരുന്നുണ്ടോ എന്ന് അക്ഷമയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിറകണ്ണുകളോടെ നിന്ന അവളുടെ മുമ്പിലേക്ക് ബ്രാഹ്മണനോടുകൂടി ഭഗവാൻ എത്തി. രാമകൃഷ്ണന്മാർ വന്ന വിവരം ഭീഷ്മകൻ അറിഞ്ഞ് സന്തുഷ്ടനായി. കല്യാണ ആഘോഷം കാണാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ച് എതിരേറ്റ് സ്വീകരിച്ച് അത്യാഡംബരപൂർവ്വം ഉപചരിച്ച് വരനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പ്രധാന മന്ദിരത്തിൽ തന്നെ അവരെ താമസിപ്പിച്ചു. അങ്ങനെ രാജാവ് ചെയ്ത ഉപചാരങ്ങളെല്ലാം യഥാർത്ഥ വരന് വേണ്ടതായി തന്നെയായി ഭവിച്ചു. അങ്ങനെ സ്വയംവര മുഹൂർത്തത്തിന് മുമ്പ് രുക്മിണി രക്ഷാസൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടി കൊട്ടാരത്തിൽ നിന്നും കുലദേവിയെ വന്ദിക്കാൻ അംബികാ ക്ഷേത്രത്തിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. ദേവിയെ വിശേഷമായി പൂജിച്ച് ബ്രാഹ്മണർക്ക് വസ്ത്രാഭരണാദികളെ ദാനം ചെയ്ത് അവരുടെ ആശീർവാദം സ്വീകരിച്ച് ശ്രീകൃഷ്ണൻ തന്നെ എൻ്റെ ഭർത്താവായി വരത്തക്ക വിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ശ്രീകൃഷ്ണൻ എവിടെയെന്ന് തിരഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ ശ്രീ ഭഗവാൻ പ്രിയയെ കൈപിടിച്ച് രഥത്തിൽ കയറ്റി. നോക്കി നിന്ന രാജാക്കന്മാരെ ലേശവും വകവയ്ക്കാതെ കുറുക്കന്മാരുടെ ഇടയിൽ നിന്നും സിംഹം തൻ്റെ ഭാഗത്തെ കൊണ്ടുപോകുന്നത് പോലെ രുക്മിണി സഹിതനായി പ്രഭു യാത്ര തിരിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.